മാജിക് തന്നെയാണ് എല്ലാം നിർണയിക്കുന്ന ഒരു ലോകം. ആ ലോകത്ത് ജനിക്കുന്ന ഓരോ മനുഷ്യന്റെയും മുഖത്ത് ഒരു മാജിക് മാർക്കുണ്ടാകും. ആ മാർക്ക് കാണുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ ശക്തിയും സ്ഥാനവുമെല്ലാം ആളുകൾ മനസ്സിലാക്കും. മാജിക് ശക്തിയുള്ളവർക്ക് ഇവിടെ വലിയ ബഹുമാനവും അധികാരവുമുണ്ട്. പക്ഷേ മാജിക് ഇല്ലാത്തവർ, അവർക്കിവിടെ ജീവിക്കാൻ പോലും അവകാശമില്ല. അവർ സമൂഹത്തിനൊരു ഭീഷണിയാണെന്ന് കരുതപ്പെടുന്നു. അങ്ങനെയൊരു ക്രൂരമായ നിയമങ്ങൾക്കിടയിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നു. പക്ഷേ ആ കുഞ്ഞിന് ഒരു മാജിക് മാർക്കുമില്ല. ഒരു സാധാരണ കുഞ്ഞല്ല, ഈ ലോകത്തിന്റെ കണക്കുപ്രകാരം അസാധുവായ ഒരു ജീവൻ. ആ കുഞ്ഞിനെ കണ്ടവർ ഭയപ്പെടുന്നു. ഇവനെ ജീവിക്കാൻ വിടാൻ പാടില്ല എന്ന നിലപാടിലാണ് അവർ. പക്ഷെ അന്നൊരു മനുഷ്യൻ, റെഗ്രോ ബേൺഡെഡ്, ആ കുഞ്ഞിനെ കണ്ടപ്പോൾ അവന്റെ മനസ്സു മാറി. മാജിക് ഇല്ലെങ്കിലും ഇവൻ ഒരു കുട്ടിയാണ്, ഞാൻ വളർത്തുമെന്നുറച്ച് അവൻ ആ കുഞ്ഞിനെ കാട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അവനെ ലോകത്തിൽ നിന്ന് ഒളിപ്പിച്ചു വളർത്താൻ തീരുമാനിക്കുന്നു. ആ കുഞ്ഞാണ് മാഷ് ബേൺഡെഡ്. വർഷങ്ങൾ കടന്നുപോകുന്നു. കാട്ടിനുള്ളിലെ ഒരു ചെറിയ വീട്ടിൽ മാഷ് വളരുന്നു. അവന് മാജിക് ഇല്ലെങ്കിലും റെഗ്രോ ഒരു കാര്യം മനസ്സിലാക്കുന്നു. മാജിക് ഇല്ലെങ്കിൽ ശരീരം ശക്തമാക്കാം. അതുകൊണ്ട് മാഷിന്റെ ബാല്യം സാധാരണയല്ല. മറ്റു കുട്ടികൾ കളിക്കുന്നപ്പോൾ മാഷ് ദിവസവും കഠിനമായ വ്യായാമം ചെയ്യുന്നു. പുഷപ്പുകൾ, സ്ക്വാട്ടുകൾ, മരങ്ങൾ പൊട്ടിക്കൽ, വൻ പാറകൾ ഉയർത്തൽ. ഒരാളും ചിന്തിക്കാനാവാത്ത രീതിയിൽ അവൻ തന്റെ ശരീരം പരിശീലിപ്പിക്കുന്നു. ദിവസവും വീണ്ടും വീണ്ടും ഒരേ രീതിയിൽ, പക്ഷെ ഒരിക്കലും തളരാതെ. കാലക്രമേണ മാഷ് മനുഷ്യനെന്നതിലുപരി ഒരു ശക്തിയുടെ രൂപമായി മാറുന്നു. അവന്റെ മസിലുകൾ അസാധാരണമാണ്. അവൻ ചെയ്യുന്നത് സാധാരണ മനുഷ്യർക്കോ മാജിക് ഉള്ളവർക്കോ പോലും അസാധ്യമായ കാര്യങ്ങളാണ്. പക്ഷെ അവൻ വളരെ സിമ്പിളാണ്, വളരെ ശാന്തൻ. സംസാരവും കുറവ്. അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം പോലും വലിയതൊന്നുമല്ല. ക്രീം പഫ് എന്ന മധുരം തിന്നുന്നതാണ് അവന്റെ ഇഷ്ടം. ഒരു ദിവസം ക്രീം പഫ് വാങ്ങാൻ മാഷ് കാട്ടിന് പുറത്തേക്ക് പോകുന്നു. അതുവരെ അവനൊരിക്കലും സമൂഹത്തിലേക്കെത്തിയിട്ടില്ല. ആ ചെറിയ ഒരു തീരുമാനമാണ് അവന്റെ ജീവിതം മുഴുവനും മാറ്റിയത്. അവിടെ ഒരു മാജിക് പോലീസ് ഓഫീസർ ബ്രാഡ്മാൻ മാഷിനെ കാണുന്നു. ആദ്യം അവൻ സാധാരണയെന്ന് തോന്നുന്നു. പക്ഷേ അടുത്ത നിമിഷം തന്നെ ബ്രാഡ്മാൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നു. മാഷിന്റെ മുഖത്ത് ഒരു മാജിക് മാർക്കുമില്ല. അത് കണ്ടതോടെ അവന്റെ സമീപനം മാറുന്നു. ഇവൻ അനധികൃതമായി ജീവിക്കുന്നവനാണ്. അവൻ ഉടൻ തന്നെ മാഷിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു. മാഷൊന്നും മനസ്സിലാക്കാത്ത പോലെ ശാന്തമായി നിൽക്കുന്നു. ബ്രാഡ്മാൻ തന്റെ അധികാരം ഉപയോഗിച്ച് അവനെ പിടിക്കാൻ ശ്രമിക്കുന്നു. അവൻ മാജിക് ഉപയോഗിച്ച് ആക്രമണം തുടങ്ങുന്നു. സാധാരണ ആളായിരുന്നെങ്കിൽ അവിടെത്തന്നെയെല്ലാം അവസാനിച്ചേനെ. പക്ഷേ മാഷ് സാധാരണയല്ല. മാജിക് ആക്രമണം അവന്റെ അടുത്തേക്കെത്തുമ്പോൾ മാഷ് അതിനെ വളരെ എളുപ്പത്തിൽ ഒഴിവാക്കുന്നു. ചിലത് കൈകൊണ്ട് തന്നെ തടയുന്നു, ചിലത് പിളർത്തിക്കളയുന്നു. അവന്റെ പ്രതികരണ വേഗവും ശക്തിയും ബ്രാഡ്മാനെ ഞെട്ടിക്കുന്നു. മാജിക്കില്ലാതെ ഇങ്ങനെ എന്ന ആശ്ചര്യത്തിൽ അവൻ കുടുങ്ങുന്നു. മാഷ് ആക്രമിക്കാൻ പോലും ശ്രമിക്കുന്നില്ല. പക്ഷേ അവൻ സ്വാഭാവികമായി തന്നെ എല്ലാം കൈകാര്യം ചെയ്യുന്നു. ബ്രാഡ്മാൻ ഇതോടെ നിൽക്കുന്നില്ല. അവൻ മാഷിന്റെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ റെഗ്രോയെ കണ്ട് ചോദ്യം ചെയ്യുന്നു. നീയൊരു മാജിക് ഇല്ലാത്ത കുട്ടിയെ ഒളിപ്പിച്ചിരിക്കുന്നു. ഇത് വലിയ കുറ്റമാണ്. റെഗ്രോ പേടിക്കുന്നു. വർഷങ്ങളായി അവൻ മറച്ചുവെച്ച സത്യം ഇപ്പോൾ പുറത്തായി. മാഷിനെ രക്ഷിക്കാൻ എന്തു ചെയ്യണമെന്നറിയാതെ അവൻ വിഷമിക്കുന്നു. അപ്പോൾ മാഷ് മുന്നോട്ടു വരുന്നു. അവന്റെ ജീവിതത്തിൽ ആദ്യമായി അവൻ വ്യക്തമായ ഒരു തീരുമാനമെടുക്കുന്നു. എന്റെ അപ്പനെ ഞാൻ രക്ഷിക്കണം. അവന്റെ ശബ്ദം ശാന്തമാണ്, പക്ഷേ അതിൽ ഉറച്ച ആത്മവിശ്വാസമുണ്ട്. ബ്രാഡ്മാൻ വീണ്ടും മാജിക് ഉപയോഗിച്ച് ആക്രമിക്കുന്നു. ഈ പ്രാവശ്യം കൂടുതൽ ശക്തമായി. പക്ഷേ മാഷിപ്പോൾ പിന്മാറുന്നില്ല. അവൻ അതിവേഗത്തിൽ നീങ്ങുന്നു. മതിലുകൾ പൊട്ടിക്കുന്നു. വസ്തുക്കൾ ഉപയോഗിച്ച് ആക്രമണം തടയുന്നു. അവന്റെ ഓരോ നീക്കവും മാജിക്കിനെതിരെ ഒരു മറുപടിയാണ്. ഒടുവിൽ അവൻ ബ്രാഡ്മാനെ ശരീരശക്തി കൊണ്ട് പൂർണ്ണമായും കീഴടക്കുന്നു. ഒരു മാജിക് ഓഫീസറെ, മാജിക് ഇല്ലാത്ത ഒരാൾ തോൽപ്പിക്കുന്നു. ബ്രാഡ്മാൻ ഇപ്പോൾ എല്ലാം മനസ്സിലാക്കുന്നു. ഈ കുട്ടി സാധാരണയല്ല. നേരിട്ട് ഏറ്റുമുട്ടിയാൽ ജയിക്കാൻ പറ്റില്ല. അതിനാൽ അവൻ തന്റെ സമീപനം മാറ്റുന്നു. അവനൊരു ഡീൽ മുന്നോട്ട് വയ്ക്കുന്നു. നീ ഈസ്റ്റേൺ മാജിക് അക്കാഡമിയിൽ ചേർക്കണം, അവൻ പറയുന്നു. അത് ഈ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ മാജിക് സ്കൂളാണ്. അവിടെ നിന്നാണ് ഡിവൈൻ വിഷണറി എന്ന ബഹുമതി ലഭിക്കുന്നത്. ആ പദവി കിട്ടുന്നവർ രാജ്യത്തെ ഏറ്റവും ശക്തരും ബഹുമാനിക്കപ്പെടുന്നവരുമാണ്. ബ്രാഡ്മാൻ വിശദീകരിക്കുന്നു. നീ ആ സ്ഥാനം നേടുകയാണെങ്കിൽ ആരും നിന്നെ ചോദ്യം ചെയ്യില്ല. നിന്റെ മാജിക്കില്ലായ്മ മറഞ്ഞുപോകും. നിനക്കും റെഗ്രോക്കും സുരക്ഷ ലഭിക്കും. മാഷിത് കേട്ടപ്പോൾ വലിയ പ്രതികരണമൊന്നുമില്ല. അവൻ വളരെ ലളിതമായൊരു ചോദ്യം ചോദിക്കുന്നു. അവിടെ ക്രീം പഫ് കിട്ടുമോ? ആ നിമിഷം പോലും അവന്റെ സ്വഭാവം മാറുന്നില്ല. അവസാനം അവൻ സമ്മതിക്കുന്നു. ഞാൻ പോകും, അവൻ പറയുന്നു. തന്റെ അപ്പനെ രക്ഷിക്കാൻ, തന്റെ ജീവിതം സംരക്ഷിക്കാൻ അവനൊരു മാജിക് ലോകത്തിൽ മാജിക് ഇല്ലാതെ തന്നെ ഉയർന്ന സ്ഥാനം നേടാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഒരു സാധാരണ കുട്ടിയെന്നു കരുതപ്പെട്ട പക്ഷേ അസാധാരണമായ ശരീരശക്തിയുള്ള മാഷ് തന്റെ പുതിയ യാത്ര ആരംഭിക്കാൻ തയ്യാറാകുന്നു. മാജിക് മാത്രം വിശ്വസിക്കുന്ന ഒരു ലോകത്ത് മസിലുകൾ കൊണ്ട് തന്നെ തന്റെ സ്ഥാനം തെളിയിക്കാൻ പോകുന്ന ഒരു കഥയുടെ തുടക്കമാണത്.